75 വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 3000 പ്രതിനിധികൾ നേരിട്ടും 1,00,000-ലധികം പേർ ഓൺലൈനായും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം AKG പഠന ഗവേഷണ കേന്ദ്രവും പത്തനംതിട്ട BS ചന്ദ്രശേഖരപിള്ള പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് മൈഗ്രേഷൻ കോൺക്ലേവ് 2024 സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുക. അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ചെയർമാൻ S. രാമചന്ദ്രൻ പിള്ള, AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ തോമസ് ഐസക്, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാർ എന്നിവർ പങ്കെടുക്കും. വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിന്റെ പരിവർത്തനത്തിൽ പ്രവാസികളുടെ പങ്ക് എന്നതാണ് കോൺക്ലേവിന്റെ പ്രമേയമെന്ന് രക്ഷാധികാരി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. 35 സമ്മേളനങ്ങളാണ് നടക്കുന്നത്. കാലത്ത് 9:30 മണിക്ക് ചെറിയ പ്ലീനറി ഉണ്ട്, 1 മണിക്കൂർ നേരത്തേക്ക്. അതിനുശേഷം സമാന്തരമായിട്ട് 11-12 സമ്മേളനങ്ങൾ വീതം 3 സമയത്ത് 3 സെഷൻസ് ഉണ്ടാവും. വൈകുന്നേരത്തെ 5 മണി മുതൽ സാഹിത്യ ചർച്ചകൾ ആരംഭിക്കും. അത് സെമിനാറിന്റെ ഭാഗമാണ്. ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക എന്നിങ്ങനെ 4 ടൈം സോണുകളിലായി പ്രത്യേകം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും തയ്യാറാക്കിയിട്ടുണ്ട്. മൈഗ്രേഷൻ കോൺക്ലേവിന്റെ ഭാഗമായി സാഹിത്യ സമ്മേളനവും നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ബെന്യാമിൻ അറിയിച്ചു. 4 മണിക്ക് മർത്തോമ കോളേജിൽ വെച്ച് 20-ാം തീയതി പ്രവാസം സാന്നിധ്യം അസാന്നിധ്യം എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ചയാണ് തുടക്കത്തിൽ നടത്തുന്നത്. ഒരു പ്രസംഗം എന്ന നിലയിലല്ല, 4-5 സാഹിത്യകാരന്മാർ കൂടിയിരുന്നിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു പാനൽ ചർച്ചയാണ് സംഘടിപ്പിക്കുന്നത്. പ്രവാസികളുടെ വീടുകളിലെ വയോജനങ്ങളുടെ സംരക്ഷണം, പഠിച്ച കോളേജ്, സർവകലാശാല എന്നിവയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ പ്രവാസികളുടെ പങ്കാളിത്തം, പ്രവാസി സഹകരണത്തോടെ തൊഴിൽ നൽകുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക, സംരംഭകത്വ വികസനം എന്നീ 4 വിഷയങ്ങളിലാണ് കോൺക്ലേവിൽ ചർച്ച നടക്കുക. റിപ്പോർട്ടർ, പത്തനംതിട്ട.